ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 4 ഭാഗങ്ങളിലായി പഴയ നിയമത്തിൽ നിന്ന് ആരാധനയുടെ ബുദ്ധിയില്ലാത്ത ചില മാതൃകകൾ നമ്മൾ വിശകലനം ചെയ്തു. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ നിയമ ആരാധനയിലും ചില ബുദ്ധികേടുകൾ വരാനുള്ള സാധ്യതയാണ് ഇന്നു മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ ലോകത്തിന് അനുരൂപമായ ഒരു ആരാധന നടത്താനുള്ള ഒരു സാധ്യത നമുക്കിടയിൽ ഉള്ളതുകൊണ്ട് ഒരു മനസ്സ് പുതുക്കവും രൂപാന്തരവും ആവശ്യമാണെന്നാണ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ സഭയുടെയും ക്രൈസ്തവ ആരാധനയുടെയും ഉദാത്തത കൂടി ഒന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു: 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. ഇത് 2-3 ആളുകളുള്ള ഗ്രൂപ്പുകളായി ഭിന്നിച്ച് ആരാധിക്കുവാനുള്ള ഒരു ലൈസൻസ് അല്ല. എല്ലാ വേർപാടുകളെയും ഇല്ലാതാക്കിയ, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിലും നിരപ്പിച്ച് എല്ലാവരെയും ഒന്നാക്കിയ കാൽവറി സ്നേഹം ഒരിക്കലും വിഭാഗീയമായ ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. പിന്നെ എന്താണ് ഈ 2-3 പേർ കൂടി വരുന്നതിന്റെ പ്രസക്തി? ഉദാഹരണമായി, ഒരു കുടുംബത്തിൽ 2 അംഗങ്ങളായി തുടങ്ങുമ്പോൾ അവർ യേശുവിന്റെ നാമത്തിൽ കൂടി വന്നാൽ ഒരു ആരാധനാ സാധ്യതയുണ്ട്. ആ കുടുംബം വിപുലമാകുമ്പോഴും അതേ ആരാധനാ സാധ്യത അവിടെയുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ 2 പേർ വീതം അയച്ചു. അവർക്കിടയിൽ ഒരു ആരാധനാ സാധ്യതയുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ കൂടി കൂടുതൽ ആളുകൾ വരുമ്പോഴും ഈ സാധ്യത നിലനിൽക്കുന്നു. അതായത് സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റായ 2-3 ആളുകൾ കൂടിപ്പോലും ഇത് ആരംഭിക്കാം എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. ചിലരെങ്കിലും 2-3 പേർ കൂടി വരുന്നിടത്ത് യേശുവിന്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധിക്കാം, പ്രാദേശിക സഭകളുമായി ഒരു ബന്ധമൊന്നും ആവശ്യമില്ല എന്ന് കരുതാറുണ്ട്. ഇതിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നു. യേശു ഒരാളെ സഭയിൽ ചേർക്കുമ്പോൾ തന്റെ ശരീരത്തിലെ ഒരവയവമായി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരവയവത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. കാര്യം, ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ പ്രവർത്തികൾ ഉണ്ട്. ഓരോ അവയവവും മറ്റൊരു അവയവത്താൽ പരിപോഷിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് സഭ എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത് ആത്മീയമായും ഭൗതികമായും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നായിരുന്നു ആദിമസഭയുടെ ചിന്താഗതി. അതുകൊണ്ടാണ് അവർ എല്ലാം പൊതുവക എന്ന് എണ്ണുന്ന ഒരവസ്ഥയിൽ ജീവിച്ചത്. എന്തായാലും ഓരോ അംഗത്തിനും അതാതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതാതിൻ്റെതായ ശുശ്രൂഷയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ശ്രേഷ്ഠ അപ്പോസ്തലൻ ഒരു സഭയിൽ ഉണ്ട് എന്നതുകൊണ്ട് ഒരു സാധാരണക്കാരനായ വിശ്വാസിയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ അത് ബാധിക്കുന്നില്ല. അപ്പോസ്തലന്റെ ശുശ്രൂഷ, സാധാരണക്കാരനായ വിശ്വാസിക്ക് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. പക്ഷേ എല്ലാ ശുശ്രൂഷകളും ഒരാരാധനയിൽ വെളിപ്പെടേണ്ടത് അല്ല. ചില ശുശ്രൂഷകളൊക്കെ സഭയുടെ പൊതുപ്രയോജനത്തിനായി മറ്റു മേഖലകളിലും സമൂഹത്തിലും ഒക്കെ
പ്രകടിപ്പിക്കേണ്ടതാണ്. പക്ഷേ സഭ എന്ന സങ്കല്പം, സഭ എന്ന യാഥാർത്ഥ്യം എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ വരുന്ന ഓരോ അവയവവും അതാതിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനും മറ്റ് അവയവങ്ങളാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുവാനും പരിപോഷിപ്പിക്കപ്പെടുവാനും തിരുത്തപ്പെടുവാനും ഒക്കെയുള്ള അവസരമായിട്ടാണ് സഭ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എന്ന് പറയുന്നതിൽ നിന്ന് സഭ കൂടി വരുന്നത് യേശുവിന്റെ നാമത്തിലാണ് എന്ന് വ്യക്തം. നമ്മൾ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും ഉയർത്തുന്ന ഒന്നാകണം നമ്മുടെ സഭ ആരാധന. അപ്പോസ്തല പ്രവൃത്തികളിലുടനീളം ഈ നാമത്തെ ശിഷ്യന്മാർ ഉയർത്തിയതായും അതിന്റെ ശക്തി അവർ വെളിപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ സാധിക്കും. ലേഖനങ്ങളുടെ എല്ലാ ആമുഖത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന രീതിയിലാണ് ആശംസ. അതിന്റെ അർത്ഥം അവരുടെ എഴുത്തുകളിൽ പോലും അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നവർ ആയിരുന്നു. നമ്മുടെ സഭ ആരാധനകളിലും അവ്യക്തമായി ദൈവം എന്ന പദപ്രയോഗം ഉപയോഗിക്കാതെ ദൈവപിതാവിനെയും യേശു ക്രിസ്തുവിനെയും ഉയർത്തുന്നവരായി നമ്മുടെ ആരാധനകൾ തീർക്കണം. പലപ്പോഴും ദാവീദിനെ പറ്റി പരാമർശിക്കുന്നതിന്റെ 1% യേശു ക്രിസ്തുവിനെ പറ്റി പരാമർശിക്കാറുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട്. പഴയ വിശുദ്ധന്മാരും പ്രവാചകന്മാരും ഒക്കെ അവരെത്ര ഉന്നതനായിരുന്നാലും അവരെക്കാൾ ഉപരിയായി ഉയർത്തപ്പെടേണ്ടത് യേശു ക്രിസ്തു തന്നെയാണ്. പഴയ നിയമ സംഭവങ്ങളായ ചെങ്കടൽ കടക്കുന്നതോ ഏലിയാവ് ആകാശത്ത് തീയിറക്കുന്നതോ ഒക്കെ നമ്മളെ ത്രസിപ്പിച്ചേക്കാം. പക്ഷേ അതിലൊക്കെ ഉന്നതമാണ് യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിമരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ചുരുക്കത്തിൽ നമ്മുടെ സഭ കൂടിവരവ്, നമ്മുടെ ആരാധനകൾ മറ്റെന്തിനേക്കാളും യെശുവിനെ ഉയർത്തുന്നത് ആയിരിക്കും. സാന്ദർഭികമായി പഴയ വിശുദ്ധന്മാരെ പരാമർശിക്കണ്ട എന്നല്ല, പഴയ സംഭവങ്ങൾ പരാമർശിക്കണ്ട എന്നല്ല, പക്ഷെ അതിന്റെ ഒരു കുത്തൊഴുക്കിൽ യേശുവിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഒരു സഭയ്ക്ക് പല കൂടിച്ചേരലുകൾ ഉണ്ടാകാം. ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടാകാം, പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടാകാം, കൺവെൻഷനുകൾ ഉണ്ടാകാം, സഭയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ യോഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ പൊതുവായി നമ്മൾ ഞായറാഴ്ചയാണ് ആരാധന എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു പൊതുയോഗത്തിന്റെ നിലവാരത്തിലേക്ക് അധപ്പതിപ്പിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥികളും അവരുടെ കൂട്ടാളികളുമൊക്കെ നമ്മുടെ ആരാധനാലയങ്ങളിൽ കടന്നു വരാറുണ്ട്. സ്റ്റേജിൽ കുറെ കസേരകളൊക്കെ കാണുമ്പോൾ ഇത് പൊതുയോഗമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാകും അവരവിടെ ഇരിപ്പുറപ്പിക്കും. നമ്മൾ സർവശക്തനായ ദൈവത്തെ, പുത്രനായ യേശുവിനെ ആരാധിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യമൊക്കെ വിട്ടുകളഞ്ഞ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനും അദ്ദേഹത്തിന് പ്രസംഗിക്കാനും വോട്ട് ചോദിക്കാനും ഒക്കെയുള്ള വേദിയാക്കി അത് മാറ്റുന്നു. നമ്മൾ കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ ഇതിനൊരു തിരുത്തൽ വരുത്തണം. സർവശക്തനായ ദൈവത്തെ, പുത്രനായ യേശുവിനെ, നമ്മുടെ രക്ഷിതാവിനെ നമ്മൾ ആരാധിക്കുന്നിടത്ത് മറ്റു കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കരുത്. അതുപോലെ തന്നെയാണ് പല പൊതു ആരാധനകളും സ്റ്റേജിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളെ കാണുവാൻ സാധിക്കും. സഭാ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, സഭയ്ക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവർ, അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പ്രത്യക്ഷത്തിൽ യാതൊരു റോളുമില്ലാത്ത വലിയ ഒരു ശുശ്രൂഷക സംഘം ഒക്കെ സ്റ്റേജിൽ കാണാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം ആരാധനക്കാർ മാത്രമാണ്. അതിലുപരിയായി ആരെയും ഉയർത്തുന്നത് ശരിയല്ല. ആരെയെങ്കിലും സ്വീകരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. നമ്മളുടെ പലരെയും സ്വീകരിക്കുവാനും പലരെയും ബഹുമാനിക്കുവാനും ഉള്ള തത്രപ്പാടിൽ ഏറ്റവും ബഹുമാന്യനായ ക്രിസ്തുവിനെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നത് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഈ വിഷയത്തിന്റെ
കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.